ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചോറ് കളയാതെ അതുകൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം അരച്ചു വെച്ചിരിക്കുന്ന ചോറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ച് നോക്കാം. മാവ് നല്ല ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി കുറേശ്ശെ കൂടി ചേർത്ത് കൊടുത്ത് കുഴച്ചാൽ മതി. അതിലോട്ട് ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ വെച്ച് അത് ചൂടാകാനായിട്ട് വയ്ക്കാം. കൈയൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം മാവെടുത്ത് വടയുടെ ഷേപ്പാക്കി തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.